നഗരം കത്തിയെരിയുമ്പോൾ വീണ വായിക്കുന്ന നീറോയുടെ ചിത്രം നമ്മിൽ പലർക്കും ഓർമ്മയുണ്ടാകും. കോവിഡ് ലോകമാസകലം പടരുമ്പോഴും അഭിനവ നീറോമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയയും ചില ദൃശ്യമാധ്യമങ്ങളും. ലോകം മുഴുവൻ ഈ പ്രതിസന്ധിയെ എങ്ങനെ നേരിടാമെന്ന് ഒന്നു ചേർന്ന് ചിന്തിക്കുമ്പോൾ തങ്ങളുടെ സങ്കുചിത താൽപര്യങ്ങളും നാസ്തിക ചിന്തകളും എങ്ങനെ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാം എന്ന വ്യഗ്രതയിലാണ് ഇക്കൂട്ടർ. COVID-19 സൃഷ്ടിച്ച പ്രതിസന്ധികൾക്കിടയിൽ ദൈവവിശ്വാസത്തിന് നേരെയുള്ള ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്നവർ. എന്നാൽ ഒരു കാര്യം ആദ്യമേ പറയട്ടെ, കോവിഡ് വിശ്വാസം തകർക്കുകയല്ല, വിശ്വാസം വളർത്തുകയാണ് ചെയ്യുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തെ എങ്ങനെയെങ്കിലും മറച്ചു പിടിക്കുക എന്ന ഉദ്ദേശമാണ് അവർക്കുള്ളത്. കൊറോണ വന്നപ്പോൾ തുടങ്ങിയതാണ് ധ്യാന ഗുരുക്കന്മാർ ഒളിത്താവളങ്ങളിൽ പോയി എന്ന ആക്ഷേപം. കൊറോണയെ പേടിച്ച് അവർ മുങ്ങിയിരിക്കുകയാണത്രേ. ഒളിഞ്ഞിരിക്കാതെ കൊറോണ ബാധിതരുടെ ഇടയിൽ പോയി സേവനം ചെയ്യുവിൻ എന്ന് ആവശ്യപ്പെടുന്നവരും കൊറോണ ബാധിതരെ സുഖപ്പെടുത്താൻ വെല്ലുവിളിക്കുന്നവരുമുണ്ട്. കൊറോണയുടെ വരവ് ദീർഘദൃഷ്ടിയിൽ കാണാൻ കഴിയാതെ ധ്യാനം ഏറ്റെടുത്തവർക്കുള്ള പരിഹാസങ്ങളുമായി മറ്റൊരു കൂട്ടം. ആരോപണങ്ങൾ ഉയർത്തുന്നവരിൽ നിരീശ്വരവാദികളും സഭാവിരോധികളും നിഷ്കപടരായ ചില ശുദ്ധാത്മാക്കളുമുണ്ട്. ഒരു കാര്യം വ്യക്തമാക്കട്ടെ, എല്ലാ ധ്യാന ഗുരുക്കന്മാരും ഇവിടെ തന്നെയുണ്ട്. അവരാരും ഒളിവിൽ പോയിട്ടില്ല. എല്ലാ ധ്യാന ഗുരുക്കന്മാരും ധ്യാന കേന്ദ്രങ്ങളുമെല്ലാം അതാതു സ്ഥലത്തെ ഗവൺമെന്റ് സംവിധാനങ്ങളോടും നിയമങ്ങളോടും പൂർണ്ണ വിധേയത്തോടു കൂടെ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. യേശുവിന്റെ പരസ്യ ജീവിതകാലത്ത് യേശുവിൽ കുറ്റമാരോപിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ഫരിസേയരുടെ ചോദ്യങ്ങൾ പോലെയല്ലേ ചിലരുടെ ചോദ്യങ്ങൾ. സർക്കാർ നിർദ്ദേശിച്ച മുൻകരുതലുകളോട് അവർ കാണിച്ച അനുസരണത്തിൽ നാം കുറ്റം കാണേണ്ടതുണ്ടോ? നമുക്കറിയാം, ഓരോരുത്തരും അവരവരുടെ ജോലി മേഖലയിൽ നിന്ന് കോവിഡിനെതിരെ പൊരുതുകയാണ്. ഡോക്ടർമാർ, നഴ്സുമാർ, സന്നദ്ധ പ്രവർത്തകർ, ശാസ്ത്രജ്ഞർ, ഭരണാധികാരികൾ എല്ലാവരും തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ ആത്മീയ നേതൃത്വത്തിലുള്ളവർ എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമല്ലേ? തങ്ങളെ ഭരമേൽപ്പിച്ചവരെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയുമല്ലേ അവർ ചെയ്യേണ്ടത്? ഇപ്പോൾ ദൈവസന്നിധിയിൽ തങ്ങളുടെ ജനത്തിനു വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു. പലരും നവമാധ്യമങ്ങളുടെ സാധ്യത പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ പ്രഘോഷണം തുടരുന്നു. പരിശുദ്ധാത്മ അഭിഷേകത്താലും കൃപയാലും ശുശ്രൂഷ ചെയ്യുന്ന വൈദികരും വചന പ്രഘോഷകരും കൊറോണ രോഗത്തിന്റെ മുൻപിൽ തോറ്റുപോയെന്നാണ് ചിലരുടെ പ്രചരണം. രോഗികളോട് ചികിത്സ എടുക്കരുതെന്നോ ആശുപത്രിയിൽ പോകരുതെന്നോ സഭ പഠിപ്പിക്കുന്നില്ല. രോഗം മാറാൻ പ്രാർത്ഥന മാത്രമേ പാടൂ എന്നതും സഭയുടെ പഠനമല്ല. ഒരു കാര്യം അറിഞ്ഞുകൊള്ളുക, ദൈവമാണ് സൗഖ്യം നൽകുന്നത്. പ്രാർത്ഥനയിലൂടെയായാലും മരുന്നുകളിലൂടെയായാലും പ്രവർത്തിക്കുന്നത് ദൈവം തന്നെയാണ്. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കൊറോണ വൈറസ് ബാധിതരുടെ കാര്യത്തിലും ഈ ദൈവവചനത്തിന് ഒരു മാറ്റവുമില്ല. ദൈവരാജ്യ ശുശ്രൂഷകർ ദൈവകരങ്ങളിലെ ഉപകരണങ്ങൾ മാത്രം. ദൈവരാജ്യ ശുശ്രൂഷകരെല്ലാം ഈ സത്യം അറിയുന്നവരും അത് ഏറ്റുപറയുന്നവരുമാണ്. അവർ ദൈവസന്നിധിയിലേക്ക് കരമുയർത്തുമ്പോൾ കൊറോണയുടെ കാര്യത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചിട്ടും മറ്റൊരു കാലഘട്ടത്തിലും കാണാത്ത വിധത്തിൽ ഒന്നിനു പുറകെ ഒന്നായി പകർച്ചവ്യാധികൾ നമ്മെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പകർച്ചവ്യാധികൾ വിശുദ്ധ ബൈബിളിൽ സൂചിപ്പിക്കുന്ന കാലത്തിന്റെ അടയാളമായി ദൈവജനം തിരിച്ചറിയുമ്പോൾ മാത്രമേ ഇതിന്റെ അർത്ഥവ്യാപ്തി പിടികിട്ടുകയുള്ളൂ. ലോകത്തിൽ പാപം പെരുകുമ്പോൾ അതിന്റെ അനന്തരഫലങ്ങളും ലോകത്തിൽ വെളിപ്പെടും.
മരിയൻ പ്രത്യക്ഷീകരണങ്ങളിലൂടെയും ദർശകരിലൂടെയും പല ധ്യാന ഗുരുക്കന്മാരിലൂടെയും ഈ ശബ്ദം മുഴങ്ങിയപ്പോൾ അന്ന് അത് വിലക്കെടുക്കാതെ പരിഹസിച്ചവരും ഇന്ന് ദൈവത്തിന്റെ പ്രവാചകന്മാരെ കല്ലെറിയുന്നു, ദൈവത്തെ നിഷേധിക്കുന്നു. എന്തൊരു വിരോധാഭാസമാണിത്! ഇനി എന്താണ് പ്രതിവിധി? കോവിഡിന് എന്താണ് പരിഹാരം? ഒരു പക്ഷേ നമ്മേക്കാൾ കൂടുതൽ സാത്താനും അവന്റെ അനുചരന്മാർക്കും ഇതറിയാം. അതുകൊണ്ടാണ് ദൈവജനത്തിന്റെ വിശ്വാസം ക്ഷയിപ്പിച്ച് പ്രാർത്ഥനയാകുന്ന പ്രതിവിധിയെ അവൻ തടയാൻ ശ്രമിക്കുന്നത്. ദൈവം അറിയാതെയും ദൈവം അനുവദിക്കാതെയും ഈ ലോകത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ദൈവകരുണ ലോകത്തിന്മേൽ ഒഴുകപ്പെടേണ്ടതിനു വേണ്ടി ഇപ്പോൾ കരഞ്ഞപേക്ഷിക്കേണ്ട നാം ദൈവനിഷേധികളിലൂടെ സാത്താൻ ഒരുക്കുന്ന തന്ത്രങ്ങളെ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ് മതിയാകൂ. ദൈവത്തിന്റെ മഹാകരുണ ഒഴുകപ്പെടുന്ന പരിശുദ്ധ കുർബാനയും കൂദാശകളും തടയപ്പെടുന്നതിന് പിന്നിൽ തിന്മയുടെ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും നാം ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധ കുർബാനയും പ്രാർത്ഥന ശുശ്രൂഷകളും മുടങ്ങിയാലും ഇവിടെ ഒരു ചുക്കും സംഭവിക്കുകയില്ല എന്ന് മാധ്യമങ്ങളിൽ വീമ്പിളക്കുന്നവരോട് നമുക്ക് സഹതാപം മാത്രം. കാരണം അവർ ശ്വസിക്കുന്ന വായു പോലും ദൈവത്തിന്റെ ദയയാണ് എന്നത് അവർ മനസ്സിലാക്കുന്നില്ല. ദൈവിക ശുശ്രൂഷകളും ശുശ്രൂഷകരും ദൈവകരുണ ലോകത്തിലേക്ക് ഒഴുകുന്നതിന് ദൈവം തന്നെ ഒരുക്കിയ സംവിധാനങ്ങളാണ്. അതൊന്നും മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരോട് എന്ത് പറയാൻ? കൊറോണയുടെ കാലം കഴിഞ്ഞാലും ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ച് കൊറോണയെ അതിജീവിച്ചവർ ഇവിടെ തന്നെ കാണും. അപ്പോഴും ദൈവത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയാത്തവർ ദൈവത്തിനും ദൈവവിശ്വാസത്തിനുമെതിരെ പുലമ്പിക്കൊണ്ടേയിരിക്കും. അവരുടെ അർത്ഥശൂന്യമായ വാക്കുകൾക്ക് കാതോർക്കാതെ നമുക്ക് ഈ മഹാമാരിയെ നേരിടാൻ നമ്മുടെ ദൈവത്തിൽ പൂർണ്ണമായും ശരണപ്പെടാം. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ. ഈ നാളുകളിലും നമ്മുടെ ദൈവം നമ്മുടെ പരിചയാകട്ടെ.